നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അലീനയും മനുഷ്യങ്ങളെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോ കമലയ്ക്ക് ആ പട ടെൻഷനായി. കമല ഇങ്ങനെ വാതൊക്കെ തന്നെ നിൽക്കുവാണ്, അകത്തേക്ക് കയറ്റിവിടാതെ. അപ്പോഴേക്കും മനുഷ്യങ്ങൾ ചോദിച്ചു, എന്താമ്മേന്ന് ചോദിച്ചു. അല്ല ഇവളെ എന്ന് അത്രയും പറഞ്ഞിട്ട് കമല എങ്ങോട്ട് നിർത്തുവാണ്. എന്താമ്മേ, അമ്മയ്ക്ക് സംശയം വല്ലതുണ്ടോ? പാലാ സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് എന്റെ ഇവളുടെ കല്യാണം വല്ലതും നടന്നെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം കമല രൂക്ഷമായിട്ട് നോക്കുവാണ്. അതെ, അനുഗ്രഹം മേടിക്കാണ്ട് ഞങ്ങൾ വന്നാന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. ദേ, അനുഗ്രഹം കുറ്റിച്ചൂലെടുത്തിട്ടായിരിക്കും ഞാൻ അനുഗ്രഹിക്കാണ്ട് പോന്നേ. അങ്ങനെയാണോ? അങ്ങനെ അമ്മ ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ പറയാ. ഇനി അമ്മയ്ക്ക് ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒരു കാര്യം, അമ്മയെ വീട്ടിലേക്ക് കയറ്റിയില്ലെങ്കിൽ എനിക്ക് വേറെ വീട് നോക്കേണ്ടതായിട്ട് വരും. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ കമല പറഞ്ഞു, ഇതേ മനു, വെറുതെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ, ഭ്രാന്ത് എടുപ്പിക്കില്ലെന്ന് പറഞ്ഞു. അമ്മയ്ക്കപ്പൊ സംശയമൊന്നുമില്ലോ. അങ്ങനെയാണ് അമ്മ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ഒടുവിൽ കമല അങ്ങോട്ട് നീക്കി കൊടുത്തു കഴിഞ്ഞപ്പം അലീനയും വിളിച്ചുകൊണ്ട് മണിശങ്കർ അകത്തേക്ക് കയറിപ്പോവാ. കമലയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ കാഴ്ച. പിന്നീട് അലീന മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് മുത്തശ്ശി ചോദിച്ചു, ആ മോളെ നീയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഒരു കാർ വരുന്ന ശബ്ദം കേട്ടായിരുന്നു. അല്ല മോളെ, നീ കാറിനാണോ വന്നേന്ന് ചോദിച്ചു. അതെ മുത്തശ്ശി, എന്നെ മനുവേട്ടന കൊണ്ടുവന്നേ. അല്ല, മനു എവിടുന്ന കൊണ്ടുവന്നേ? അതെ, ഞങ്ങൾ എറണാകുളത്തിന് പോയതാ. എറണാകുളത്തിന് കൊണ്ടുപോയത് മനുവേട്ടന, തിരികെ കൊണ്ടുവന്ന മനുവേട്ടനാന്ന് പറഞ്ഞു. മോളെ നീ ഇവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞു. പിന്നീട് ചോദിച്ചു, മോൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് സുഖം മുത്തശ്ശി. മുത്തശ്ശിക്കോ? കടപ്പാട്ടൊരു വീട്ടിലേക്ക് പോകുന്നതിന് ശേഷം എന്റെ സുഖമൊക്കെ പോയില്ലേ മോളെ, ഇനിയിപ്പം ഞാൻ ആരോട് എന്ത് പറയാനായിട്ടാ? മുത്തശ്ശി ഒരു കാര്യം ചെയ്യേ, കടപ്പാട്ട് വീട്ടിലേക്ക് തിരികെ പോരെ. ആ മുറി ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അല്ല, നീ അത് ഉപയോഗിക്കുന്നില്ലേ? ആ കട്ടിലെ നീ കിടക്കണില്ലേന്ന് ചോദിച്ചു. ഞാനാ? നല്ല കാര്യമായി. മുത്തശ്ശി വരുന്നതും കാത്ത് ഞാനിരിക്കുക. ഞാൻ അവിടെ നിലത്ത് പഴയതുപോലെ തന്നെ മുത്തശ്ശി കിടക്കണേ. മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ആ കട്ടിൽ അവിടെ ഞാൻ ഇട്ടിരിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പൊ വൈജ വരാതെ ഞാൻ അങ്ങോട്ടേക്ക് എങ്ങനെയാ വരുന്നേ? വൈജ വരുമെന്ന് എനിക്ക് തോന്നില്ല. അവൾക്ക് ഡിവോഴ്സ് വേണമെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. എന്ത് ചെയ്യാനാ മോളെ, എനിക്ക് അറിയത്തില്ല. അത് കേട്ടപ്പോൾ അലീനയ്ക്കും ഭയങ്കര വിഷമായി. അലീന പറഞ്ഞു, നമ്മൾ ആരും പറഞ്ഞുകൊണ്ട് വൈജയന്തി മാഡം അനുസരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാഡത്തിന്റെ സ്വഭാവം അറിയാലോ. അപ്പോഴേക്കാണ് മനുഷ്യങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നേ. മൈ ഡിയർ സൗദാമിനി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞു വരുവാണ്. എടാ ഇങ്ങോട്ടേക്ക് വാടാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്ങൾ വിളിച്ചു, നീ അല്ലേ അലീനയും കൊണ്ട് എറണാകുളത്തിനൊക്കെ പോയതെ? അതെ. ഇവള് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. ഇവളെന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. എടാ, നിനക്കെന്തെങ്കിലും ആ വൈജയന്തിയും കൂടെ ഒന്ന് ഉപദേശിക്കാൻ മേലായിരുന്നോ? നല്ല കഥയായി. മുത്തശ്ശി ഇത് എന്നോട് തന്നെ പറയണം ഉപദേശിക്കാനായിട്ട്. ഉപദേശിച്ചാൽ നേരെയാവും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതെ, കണ്ണിന്റെ പ്രശ്നത്തിന് കാലിന്റെ പെരുവിരൽ ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ലോ എന്ന് പറഞ്ഞോണക്കാം. ആന്റീനെ ഉപദേശിക്കുന്നുണ്ട്, ഒരു പ്രയോജനമില്ല. അത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യൂടാ, അവൾക്ക് ഡിവോഴ്സ് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞോണ്ട് അവൾ ഇരിക്കുന്നേ. മുത്തശ്ശി, അത് അഹങ്കാരം അല്ലാതെ എന്ത് പറയാനായിട്ടാ? ഒന്ന് ആലോചിച്ച് നോക്കി. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ. അവൾ ആദ്യമേ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുന്ന സമയത്ത് ബാലേന്ദ്രൻ അവളെ ശിക്ഷിക്കുമായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ അവള് നന്നാവും, അല്ലെങ്കിൽ അവള് ആ വീട് വിട്ട് ഇറങ്ങിയാനോ. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നേ. പക്ഷെ അതിന് പകരം ബാലേന്ദ്രൻ അന്നൊന്നും ചെയ്തില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിലോ വൈജയന്തിയുടെ ആരും എന്ത് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ആ സമയം മനുഷ്യങ്ങൾ, അത് ശരിയാ. അല്ല, മുത്തശ്ശി എന്നെ ഉപദേശിക്കാൻ പറഞ്ഞല്ലോ. വേണമെങ്കിലേ കമിഴ്ത്തി വെച്ചിട്ട് കുടത്തിന് പുറത്ത് ഞാൻ കൊണ്ടേ വെള്ളം ഒഴിക്കാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷെ ആന്റി ഉപദേശിക്കാന്ന് പറഞ്ഞാൽ അത് മാത്രം നടക്കില്ല മുത്തശ്ശി. അത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യടാ മനു, ജീവിതം എല്ലാം തകർന്നു പോയില്ലേ? അതെ, ആന്റിക്ക് ഒരേ ഒരു പ്രശ്നമുള്ളൂ, അലീനെ ആ വീട്ടിൽ നിന്ന് ഓടിക്കണം. കടപ്പാട്ട് വീട്ടിൽ അലീനെ കാണാൻ പാടില്ല. അതാണ് ആന്റിയുടെ പ്രശ്നം. അന്നും അത് തന്നെയായിരുന്നു, ഇന്നും അത് തന്നെയാ. ആ പ്രശ്നത്തിനൊരു മാറ്റം വന്നിട്ടില്ല. പിന്നെ ഇപ്പം അലീനെ പഴയതുപോലെ അല്ലല്ലോ. അങ്കിളുടെ മോളല്ലേ. ഇപ്പൊ ഒരു സുപ്രഭാതം നമ്മൾ പെട്ടെന്ന് പറയാം മോളല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മോളല്ലാതെ ആവുന്നില്ല. അത് അങ്ങനെ തന്നെയാണ്. എന്തേലും മന്ത്രം ജപിച്ചാലൊന്നും ഒരിക്കലും അത് മാറാനും പോകുന്നില്ല. അതൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ട ആൾ ആന്റിയാണ്. പക്ഷെ ആന്റിക്ക് അതിനുള്ള ബുദ്ധിയും ബോധമൊന്നുമില്ല. എന്ത് ചെയ്യാനാ, നമുക്കിങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ മനുശങ്കറും പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ കമല ഫോൺ ചെയ്തോണ്ടിരിക്കുവാണ്. അതെ, അവളെയും കൂട്ടിക്കൂടി വന്നപ്പോ ഞാൻ ആകെപ്പാടെ ഞെട്ടിപ്പോയി എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞോണ്ടിരിക്കുക. ആ സമയത്ത് അലീനയും മനുഷ്യങ്ങളുടെ ഹാളിലേക്ക് വരുന്നേ തിരികെ പോരായിട്ട്. അപ്പോഴേക്കും പെട്ടെന്ന് കമല കോള് കട്ട് ചെയ്തു. ആ സമയം മനുഷ്യങ്കർ വന്നിട്ട് ചോദിച്ചു, അല്ലമ്മേ, അമ്മ ചായയും കാപ്പിയൊന്നും എടുത്തില്ലേ? ചായയും കാപ്പിയോ? ആർക്ക്? അല്ലമ്മേ, വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിയുമ്പോ ചായയും കാപ്പിയും കൊടുക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു പതിവ്. ഗസ്റ്റോ? ആരാടാ ഗസ്റ്റ്? അല്ല അലീന. അവള് ഗസ്റ്റ് അല്ലടാ, അവള് ഗോസ്റ്റാന്ന് പറയണം. അവൾക്ക് ഞാൻ ചായയും കാപ്പിയും എടുത്ത് കൊടുക്കണല്ലേ? നാണം ഉണ്ടോടാ നിനക്ക് ഇതൊക്കെ പറയാന്ന് ചോദിച്ചു. കടപ്പാട്ട് വീട്ടിലെ ജോലിക്കാരിക്ക് ഞാൻ ചായയും കാപ്പിയും എടുത്ത് കൊടുക്കണം പോലും.
അത് കേട്ടപ്പോ മനുഷ്യൻ പറഞ്ഞു, ഒരു മര്യാദ എന്ന് പറയുന്ന സാധനം ഇല്ലമ്മേ. അതെ, എനിക്ക് തൽക്കാലത്തേക്ക് മര്യാദ ഇല്ല, കൂടുതൽ എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീ വരണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനുഷ്യങ്കർ അലീനെ വിളിച്ചു. വാ എന്ന് പറഞ്ഞിട്ട് അലീനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് കമല പറയുന്നു, അല്ല നീതി ഇവളെ കൊണ്ട് എങ്ങോട്ടാ? ഇവളെ വീട്ടിൽ കൊണ്ടേ ആക്കാനായിട്ട്? അതെ, ഇവളെ കൊണ്ടേ ആക്കട്ട കാര്യം നിനക്കെന്താ? ഞാനല്ലമ്മേ കൊണ്ടുവന്നേ, അപ്പൊ തിരികെ കൊണ്ടേ ആക്കട്ട കടമ എനിക്കുണ്ട്. അതെ, ഇവൾക്ക് വല്ല വണ്ടിക്കൂലിക്ക് വല്ല പൈസയും കൊടുത്തുവിട, അവള് പല ബസ്സിനും കയറി പോയിക്കോളും. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓട്ടോക്കൂലി കൊടുത്തുവിട്, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വിട്ടാൽ മതി, അത് നീ കൊണ്ടേ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മേ, ഞാൻ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റേതായ ഒരു ഉത്തരവാദിത്വം ഉണ്ട്, അറിയാലോ. പിന്നെ ഒരു ഉത്തരവാദിത്തമുള്ള ആള് വന്നിരിക്കുന്നു. എടാ, നീ ഇവളെ ഇത്രമാത്രം ഈ പൊതിഞ്ഞ് സംരക്ഷിച്ച് പിടിച്ചോണ്ട് നടക്കുന്ന എന്തിനാ? ഇതിനു മുമ്പ് നീ ഇവളെ കൊണ്ട് നടന്നിട്ടുണ്ടല്ലോ. അതെ, ഞാനാണ് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. അപ്പൊ ഇവളുടെ ഉത്തരവാദിത്വം മൊത്തം എനിക്കാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പിന്നെ പറ്റിയൊരു സ്വഭാവമുള്ള ഒരാൾ വന്നിരിക്കുന്നു. അമ്മേ, ഇവള് പഴയതുപോലെ ഇവള് കടപ്പട്ടി വീട്ടിലെ ജോലിക്കാരൊന്നും അല്ല, ബാലേന്ദ്രൻ അങ്കിളിന്റെ മോളാന്ന് പറയണം. പിന്നെ ഒരു അങ്കിളിന്റെ മോള് പോലും. എങ്ങനെയാ വന്നേന്ന് ചോദിച്ചു. എങ്ങനെയാ വന്നേന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാ ഉണ്ടായെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ? സാധാരണ മനുഷ്യ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ. എടാ, അങ്ങനെ ഉണ്ടായാലും ഇവള് ഓർഫനേജിലല്ലേ വളർന്നേ. പിന്നീട് മനു പറഞ്ഞു, എവിടെ വളർന്നാൽ എന്താമേ, നല്ലൊരു വ്യക്തിയായിട്ട് വളർന്നാൽ മതി. എന്താണെങ്കിലും അമ്മയെക്കാളും 100 ഭേദമാണ് അലീന. അതേടാ അതെ, ഇനിയിപ്പൊ നിനക്ക് അത് പറയാലോ, അങ്ങനെ പറയാലോ. എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കെട്ടുക നീ. അമ്മയുടെ പണി എന്താന്ന് വെച്ചാൽ നോക്ക്, വെറുതെ എന്നോട് ദേഷ്യപ്പെട്ട് വന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കമലയ്ക്ക് ദേഷ്യമായി. കമല ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ. അപ്പൊ അലീനയോട് മനുഷ്യൻ പറഞ്ഞു, നീ വാന്ന് പറയണ. അലീനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മനുശങ്കർ ഇങ്ങനെയൊക്കെ പറയുന്നോണ്ട്. പക്ഷെ മനുശങ്കർ ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. ഒന്നും അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ മനുശങ്കർ തയ്യാറായതും ഇല്ലായിരുന്നു. പിന്നീട് അലീനയും മനുശങ്കറും കൂടെ കടപ്പാട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അലീന ചോദിച്ചു, അല്ല മനുവേട്ടാ, അച്ഛനെ വിളിക്കണ്ടെന്ന് ചോദിച്ചു. അതെന്തിനാ? അല്ല, വീട് ചിലപ്പോ പൂട്ടിയിട്ട് അച്ഛൻ പോയി കാണൂലോ, അവരൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ ആയിട്ട് പോയി കാണത്തില്ലേ? ഓ, അത് ശരിയാണല്ലോ അല്ലേ. അല്ല, താക്കോല് ചിലപ്പോ അച്ഛന്റെ കയ്യിലായിരിക്കുമല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ മനുഷ്യങ്കർ ചോദിച്ചു, അല്ല, പണ്ടത്തെ ആൾക്കാർ താക്കോല് വെക്കുന്ന പോലെ ചവിട്ടിക്കടിയിലോ പൂച്ചട്ടിക്കടിയിലോ എവിടെയെവിടെയും താക്കോല്. അത് കേട്ടപ്പോ അലീന പറഞ്ഞു, അവിടെയൊന്നും താക്കോല് കാണത്തില്ലായിരിക്കും, അച്ഛന്റെ കയ്യിൽ തന്നെ ആയിരിക്കും താക്കോല് മേടിക്കാതെ പോയിട്ടുണ്ടെങ്കിലേ പുറത്തു പോയി നിൽക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. എന്നാ ശരി, വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അലീന ബാലേന്ദ്രനെ വിളിക്കുകയാണ്. ബാലേന്ദ്രനെ വിളിച്ചു കഴിയുമ്പോ ബാലേന്ദ്രൻ ചോദിച്ചു, മോളെ നീ ഇത് എവിടെയാ? ഇപ്പോഴും അവിടെ തന്നെയാണോ? ഇറങ്ങിയില്ലേ, പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാനിതേ പാലായിലെത്തി എന്ന് പറയാണ്. പാലായിലെത്തിയോ? അതേ ചാ, പാലായിലെത്തി. അതെ, വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛനെ വിളിച്ചെന്താന്ന് വെച്ചാൽ താക്കോലിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാ. അല്ലേ പിന്നെ ഞാൻ വീടിന്റെ അവിടെ പോയി നിൽക്കേണ്ട വരത്തില്ലേ, അച്ഛൻ പിന്നെ അല്ലേ വരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബാലേന്ദ്രൻ പറഞ്ഞു, ബബിത എവിടെയുണ്ട്, നീ അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അതെന്താ, അവൾ ഇന്ന് കോളേജിൽ പോയില്ലേന്ന് ചോദിച്ചു. വൈജി എന്തോ വിളിച്ചിട്ടുണ്ടോ പോലും. അല്ലച്ച, ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ബബിത പോയാലോ, ഹോസ്പിറ്റലിലേക്ക് പോയാലോ? അതെ, 11 മണി കഴിഞ്ഞിട്ട് അവള് പോകത്തുള്ളെന്ന് പറഞ്ഞ്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, മോൾ അങ്ങോട്ട് ചെല്ല്, അവളവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല മനു എന്തേ, കാർ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണോ അതോ ഇനിയിപ്പൊ ഡ്രൈവ് ചെയ്യുവാണോ എന്ന് ചോദിച്ചു. കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ലൗഡ് സ്പീക്കർ ഇട്ട് മനുഷ്യങ്ങളുടെ ഫോൺ കൊടുത്തു. അപ്പോഴേക്കും മനുഷ്യൻ പറഞ്ഞു, പറയാങ്കളെന്ന് പറഞ്ഞു. അല്ല, നീ എന്താടാ അവളെ അങ്ങോട്ട് ഏറ്റെടുത്തോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ മനുഷ്യങ്ങളൊന്നും മിണ്ടിയില്ല. അലീനയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. എടാ, ഒരു വർഷമെങ്കിലും അവൾ എന്റെ വീട്ടിൽ നിൽക്കട്ടെ, അതിനു മുമ്പ് നീ അവളെ അടിച്ചോണ്ട് പോവോ? എന്റെ അങ്കളെ, 1 വർഷം ഇത്തിരി കൂടുതലല്ലേ, ഒരു 6 മാസം അത് പോരേന്ന് ചോദിച്ചു. എനിക്കിപ്പോ വയസ്സും പ്രായമൊക്കെ ആയി വരുവാണേ, എനിക്ക് 10-27 വയസ്സുണ്ട്, അറിയാലോ. അല്ല, അവൾക്ക് എത്ര വയസ്സുണ്ടെന്ന് നിനക്കറിയാവോ? അത് ശരിയാണല്ലോ, എത്ര വയസ്സുണ്ട് അലീനെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീനോട് ചോദിച്ചു, ഒന്ന് മിണ്ടാതിരിക്കും മനുവേട്ടാന്ന് പറഞ്ഞു. അതെ, അവൾക്കൊരു 10-23 വയസ്സ് കാണും അങ്കളെ. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ കല്യാണമൊക്കെ കഴിയണ്ടേന്ന് ചോദിച്ചു. അല്ല, അവളുടെ അഭിപ്രായം എന്താ, അവൾ എന്ത് പറഞ്ഞു? ഓ, പിടി തരുന്നില്ല അങ്കളെ, ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു പിടി തരാത്തൊരു മീനുണ്ടല്ലോ, ആ മീൻ പോലെയാ. നമ്മുടെ മീനിച്ചലാറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ പിടിക്കാൻ ചെന്നാലും അതങ്ങോട്ട് പിടി തരത്തില്ല. ഇനിയിപ്പൊ പിടി കൂടിയാലും കയ്യിൽ നിന്ന് വഴുതി പോകത്തുള്ളൂ, അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റില്ല, ഇത്തിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബാലേന്ദ്രൻ പറഞ്ഞു, അതിനെ പിടിക്കാൻ നല്ല 1-ാം തരം കൂടെ വെച്ചാ മതി. പനയോലയും കൊണ്ട് നെയ്ത് നല്ല 1-ാം തരം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പിടികൂടാൻ പറ്റൂന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ മനുശങ്കർ ചിരിച്ചു. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണമെന്ന് എനിക്ക് തോന്നേ. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ സമയം കുറെ ആയി, എന്നാ ശരി ഞാനേ കട തുറക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്
ബാലേന്ദ്രൻ കോള് കട്ട് ചെയ്യുകയാണ്. അലീനയ്ക്ക് ആകെപ്പാടെ നല്ല ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പം. പിന്നീട് അലീന ചോദിച്ചു, എന്താ മനുവേട്ട ഇങ്ങനെയൊക്കെയാണോ അച്ഛനോട് സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണ്ടേ? പിന്നെ ഒരു അങ്കിളിനോട് സംസാരിക്കുന്ന ഒരു രീതി, അതെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. അങ്കിളും ആന്റിയും തമ്മിലുള്ള കല്യാണം നടക്കുന്ന സമയത്ത് എനിക്ക് 5 വയസ്സാ. അന്ന് ഞാൻ അങ്കിളിന്റെ മടിയിൽ ചാടി കയറിയതാ. ഇപ്പോഴും അങ്ങനെ തന്നെയാ. അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് വീട്ടിലേക്ക് പോയി വേണം. വീണ്ടും മുറ്റത്തെത്തി കഴിഞ്ഞപ്പം അലീനിച്ചു, അല്ല മനുവേട്ടൻ ഇറങ്ങണില്ലേ? ഞാൻ ഇറങ്ങണില്ല എന്ന് പറഞ്ഞു. അതെന്താ? എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുറെ ജോലിയുണ്ട്, ഓഫീസിൽ പോകണ്ടെന്നുള്ളൂ, പക്ഷെ വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന ചോദിച്ചു, അപ്പം മനുവേട്ടന് ഇങ്ങോട്ടേക്ക് വന്നോ? എനിക്ക് വേണ്ടി മാത്രമാണോ വന്നേന്ന് ചോദിച്ചു. അതെ, എനിക്ക് എറണാകുളത്ത് നിന്നാ മതിയായിരുന്നു, പക്ഷെ നിന്നെ കൊണ്ടേ ആക്കണമല്ലോ, അതുകൊണ്ടാ. അപ്പൊ എനിക്ക് വേണ്ടി മാത്രാ? നിനക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. മനുവേട്ടന് വേണ്ടിയിട്ടോ? അതെ. നിന്നെ തനിച്ചു വിടാൻ പറ്റുന്ന കാര്യമാണോ? നീ അവിടുന്ന് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്ക് ഭയങ്കര വിഷമ. നീ തനിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി നിന്റെ കൂടെ വരുമ്പോ നിന്നോടൊപ്പം കുറച്ച് സമയം ഇരിക്കാം, സംസാരിക്കാം. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. ഇനിയിപ്പൊ നീ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോ എന്റെ മനസ്സിലൊരു മിസ്സിങ് ഫീലാ വരുന്നേ. നിന്നെ വേറെ പിടിച്ചിരിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്, നിന്നെ കാണാതിരിക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് തോന്നും. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ മനുഷ്യങ്കർ പറഞ്ഞോണ്ടിരിക്കുക. അലീന ഇങ്ങനെ വല്ലാത്തൊരു അന്താളിപ്പോഴൊരു മനുഷ്യങ്കരെ തന്നെ നോക്കുകയാണ്. അപ്പോഴേക്കും മനുഷ്യങ്കർ ഇങ്ങനെ കൈ നീട്ടുവാണ് അലീനയുടെ നേർക്ക്. അലീന ഒരു നിമിഷം ഒന്ന് ശങ്കിച്ചു, പിന്നെ കൈ അങ്ങ് നീട്ടി. അപ്പൊ അലീനയുടെ കൈ പിടിച്ച് മനുഷ്യങ്കർ തന്റെ കയ്യിലേക്ക് വെച്ചു. അതിനുശേഷം ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചു. പിന്നീട് തന്റെ കയ്യിലേക്ക് ഉമ്മ വെച്ചിട്ട് അത് അലീനയുടെ കയ്യിലേക്ക് കൊണ്ട് വെച്ചിട്ട് ആ കൈ ഇങ്ങോട്ട് അടച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, കൈ തുറക്കല്ലോ കേട്ടോ എന്ന് പറഞ്ഞു. അലീന ഇങ്ങനെ മനുഷ്യങ്കരെ നോക്കണം. മനുഷ്യങ്ങളുടെ മുഖത്ത് ആ പ്രണയം മുഴുവൻ ഉണ്ടായിരുന്നു അലീനയോടുള്ള. അതുപോലെ തന്നെയാണ് അലീനയ്ക്കും. അലീനയുടെ മനസ്സിലും മനുഷ്യങ്ങളോടുള്ള പ്രണയമുണ്ട്. രണ്ടുപേരും അങ്ങനെ കുറച്ച് സമയം കണ്ണി നോക്കിയിരുന്നു. അതിനുശേഷം അലീന പറഞ്ഞു, ശരി ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞു. അങ്ങനെ അലീന പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് മനുഷ്യങ്കരെ നോക്കുവാണ്. ആ കൈ തുറന്നില്ല. ആ കൈ തുറക്കാതെ തന്നെ മറ്റേ കൈയും കൊണ്ട് കവറൊക്കെ എടുക്കുന്നത്. അപ്പൊ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടനെ മനുഷ്യങ്കർ ടാറ്റ പറഞ്ഞു പോകുമ്പോൾ അലീന ഇങ്ങനെ മനുഷ്യങ്കരെ തന്നെ നോക്കുകയാണ്. ഭയങ്കര ഭംഗിയാ അവരുടെ തമ്മിലുള്ള ആ പ്രണയം കാണാനായിട്ട്. രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ജോഡി നല്ല രസമുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.